ആദ്യം ശ്രീ ബി എൻ ഹസ്കർ, രാഹുൽ പരമാവധി ജയിലിൽ കിടക്കട്ടെ, കുറെ കഴിഞ്ഞു പുറത്തിറങ്ങിയാൽ മതി എന്നൊരു സമീപനം സർക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് മറുപടി? ഇതില് PDPP ആക്ടും 333 IPC പോലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യവും ഒക്കെ തന്നെ ആരോപിച്ചിട്ടാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അറസ്റ്റിനെ സംബന്ധിച്ച് വ്യത്യസ്തവും അതുപോലെ തന്നെ വിചിത്രമായ ചില കാഴ്ചപ്പാടുകൾ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. സ്വാഭാവികമായും അറസ്റ്റ് ചെയ്ത രീതിയെ സംബന്ധിച്ചാണ് അതൊരു പക്ഷേ ക്രമസമാധാന പരിപാലനത്തിന്റെ പേരിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ എടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ യുക്തമായ തീരുമാനം കൂടിയായിരുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം പൊതു സ്ഥലത്ത് നിന്ന് രാഹുലിനെ പോലുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ ഉണ്ടാകുന്ന ക്രമസമാധാന നിലയുടെ തകർച്ചയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിന്റെ കൂടി ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു അറസ്റ്റ് നടത്തി എന്ന് വേണം നമുക്ക് കരുതാൻ. അതൊരു അസ്വാഭാവികമായിട്ടുള്ള അറസ്റ്റായിട്ട് ചിത്രീകരിക്കുന്നതാണ് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയത് എന്നുള്ളതാണ് രാഹുലിന്റെ അഭിഭാഷകന്റെ പ്രധാനപ്പെട്ട വാദം. FIR ചിലപ്പോ PDPP ആക്ട് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. 333 പോലുള്ള ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യം ഒരു പബ്ലിക് സർവന്റിനെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നതിന് ഇടയിൽ മാരകമായി പരിക്കേൽപ്പിക്കുക 10 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അത് പിന്നീട് ആ മെഡിക്കൽ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് FIR-ന് ശേഷം കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുക. മാത്രമല്ല 4 കേസുകളാണുള്ളത്. ഇത് നടാടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ജയിലിലേക്ക് പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ പരിഭവവും അസ്വാഭാവികതയും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ അവരെ അനുകൂലിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ DYFIയുടെ നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ SFIയുടെ നേതാക്കന്മാരായിട്ടുള്ള സഖാവ് PK ബിജുവിനെയും സഖാവ് G മുരളീധരനെയും അവരെ അറസ്റ്റ് ചെയ്ത രീതി നിങ്ങൾ കണ്ടല്ലോ. കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിയിരുന്നു. ഇവിടെ രാഹുലിന്റെ കയ്യാമൊന്നും വെച്ചില്ലല്ലോ. അങ്ങനെ അത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളൊന്നും ഒരു തരത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ UDFന്റെ ഭരണകാലത്ത് ഒരു രീതി, LDF ഭരണകാലത്ത് മറ്റൊരു രീതി എന്നില്ല. പോലീസിൻ്റെതായിട്ടുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ മാത്രം. You are watching Reporter Evening Show.